ഈ രണ്ട് ദമ്പതിമാർക്കും അള്ളാഹു ഹൈറും ബറക്കത്തും സന്തോഷമായ ജീവിതം അള്ളാഹു സ്വാധീനമായ മക്കളെ അള്ളാഹു ഇന്ന് വിവാഹത്തിൽ മംഗലത്തിലെല്ലാം കാണുന്ന ആചാരങ്ങളും അനാചാരങ്ങളും എല്ലാം ആചാരങ്ങൾ അനാചാരങ്ങളാക്കി മാറ്റിയിട്ട് എല്ലാം മലീമസപ്പെടുത്തി സുന്നത്തായ അമാലുകളെ പ്രവർത്തനങ്ങളെല്ലാം ഹറാമ് കൂട്ടിക്കലർന്നു മനുഷ്യന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അവസ്ഥയിലാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പ്രതിവിധി നമ്മൾ തന്നെ കണ്ടെത്തുകയല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രൂപത്തിൽ ഒരു മംഗലത്തിന്റെ താളത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റൊരു വിരുദിന്റെ പേര് പറഞ്ഞോ അങ്ങനത്തെ തോന്നിവാസങ്ങളോ അനാചാരങ്ങളോ ഒന്നും നമ്മുടെ ഒരു ആഘോഷങ്ങളിലും ഉണ്ടാവാൻ പാടില്ല. അതൊന്നും അതിന് വസ്തുവും പൊരുത്തപ്പെട്ടതല്ല എന്ന് നമ്മളെല്ലാം ചിന്തിക്കാൻ അനാവശ്യ ചെലവുകളെല്ലാം മാറ്റി അത്യാവശ്യങ്ങൾ മാത്രം വളർന്ന സമ്പത്തിനെ നമ്മൾ ചെലവഴിക്കുക, വിനിയോഗിക്കുക. അതാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല ഈ തുയാപ്പുറത്ത് പെണ്ണിന്റെ വാപ്പ കൈകൊടുത്ത് പറഞ്ഞ ഒരു ഉടമ്പടിയുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു കൽപ്പിച്ചതുപോലെ മുത്തുനബി സുന്നത്താക്കിയതുപോലെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാൻ പോവുകയാണ് എന്റെ മകളെ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും ആ ശരീഅത്തുൽ ഇസ്ലാം കൽപ്പിച്ചത് പ്രകാരം എന്റെ മകളെ നിങ്ങൾ പോറ്റണം, വളർത്തണം, എന്തെല്ലാമാണോ ഇസ്ലാമിന്റെ നിയമം ആ വിധിവിലക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് മകളെ സന്തോഷത്തോടെ വളർത്തണം. അതിന് നിങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ അവളെ തല്ലാനോ കൊല്ലാനോ പീഡിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്ക് അവകാശമില്ല. സന്തോഷത്തോടെ തന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള ഉടമ്പടിയാണ്. അത് ഏത് വലിയ ഏത് വാപ്പമാരും ഇവിടെ എന്നല്ല എല്ലാ വാപ്പമാരും ഫസ്റ്റ് വ്യാപരണ കൈപിടിച്ച് നൽകുന്ന ഒരു ഉടമ്പടിയാണ്. അത് അറബിയിലായതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കില്ല എന്ന് വെക്കാം. എല്ലാ വ്യാപനമാരും മനസ്സിലാക്കുക, അങ്ങനാവാൻ പോകുന്നവർ ചിന്തിക്കുക. ആ ഉടമ്പടി എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ഇത് അമാനത്താണ്. എന്റെ ഭാര്യയുടെ വാപ്പ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾ അനുസരിച്ച് എനിക്ക് ഏൽപ്പിച്ചാൽ വലിയൊരു സ്വത്താണ്, എന്റെ ജീവിതത്തിൽ ഒരു നിധിയാണ് എന്നുള്ള ആ ചിന്തയോടെ വളരെ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും വളരെ സന്തോഷത്തോടെയും കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ വളർത്തുക, പോറ്റുക. അതിലൂടെ ഒരു സന്താനോത്പാദനം ഈ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന മക്കൾ ഉണ്ടായി വേണം എന്നാണല്ലോ മുത്തുനബിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം. അങ്ങനെ തന്നെ മാറ്റി തന്ന് ഓരോ മക്കളെ പ്രദാനം ചെയ്യും.